എല്ലാവർക്കും നമസ്കാരം. ഒരു വീഡിയോയിലേക്ക് പോവുകയാണ്. ഇന്നൊരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ നമ്മുടെ അധ്യാപക ദിനത്തിൽ നമ്മൾക്ക് പ്രേക്ഷകരുമായിട്ട് ചില കാര്യങ്ങൾ പങ്കുവെക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. സെപ്റ്റംബർ 5 അധ്യാപക ദിനമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മാതാവിനെ പോലെ പിതാവിനെ പോലെ ശ്രേഷ്ഠമാണ് ഗുരുനാഥന്മാർ. അതുകൊണ്ടാണ് മാതാപിതാ ഗുരു ദൈവം എന്ന ഒരു 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 വാക്യം തന്നെ നമ്മുടെ നാട്ടിൽ രൂപപ്പെട്ട് വന്നിട്ടുള്ളത്. നമ്മളെ വലിയ രീതിയിൽ സ്വാധീനിച്ച നിരവധി അധ്യാപകരുണ്ട്. എല്ലാ അധ്യാപകരും ഒരു കാലത്ത് വിദ്യാർത്ഥിയാണ് എന്ന കാര്യവും നമ്മൾക്കറിയാം. ഒരു ശ്രേഷ്ഠമായ പ്രൊഫഷനാണ് ഈ അധ്യാപകരുടെ എന്ന് പറയാതിരിക്കാൻ വേണ്ടി കഴിയില്ല. വലിയ ബഹുമാനമാണ് അധ്യാപകർക്ക്. എല്ലാ മേഖലകളിലും ഉള്ളതുപോലുള്ള ചില ജീർണതകളൊക്കെ ഈ മേഖലകളിലുണ്ട്. നന്നായി പഠിപ്പിക്കുന്നവരുണ്ട്, നന്നായി പഠിപ്പിക്കാത്തവരുണ്ട്, അതൊക്കെയുണ്ട്. അത് പണ്ടും ഉണ്ട്, ഇന്നും ഉണ്ട്, നാളെയും അങ്ങനെയായിരിക്കും. അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്ത് വിമർശനങ്ങൾ ഉണ്ടെങ്കിലും അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയൊരു അംഗീകാരം പലപ്പോഴും ലഭിക്കാറുണ്ട്. സമൂഹത്തിൽ നിന്ന്, അവരുടെ ശിഷ്യരിൽ നിന്ന്, അധികാരികളിൽ നിന്നൊക്കെ വലിയ രീതിയിലുള്ള അംഗീകാരങ്ങൾ അവരെ തേടിയെത്താറുണ്ട്. മാഷ് എന്ന വിളി തന്നെ ഒരു വലിയ അഭിമാനമായി കാണുന്ന പലരുമുണ്ട്. എൻ്റെ ജീവിതത്തിൽ പല പ്രൊഫഷനിലും ഞാൻ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൽ ഒരു വലിയ കാലം, എൻ്റെ ജീവിത വഴിയിൽ വലിയ കാലം സമാന്തര വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ച ഒരാൾ എന്നുള്ള രീതിയിൽ ഇന്നും എനിക്ക് വലിയ ശിഷ്യ സമ്പത്തും ശിഷ്യ സ്നേഹവും അനുഭവിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇന്ന് എന്നെ രാവിലെ വിളിച്ച് ഉണർത്തിയത് തന്നെ എൻ്റെ വിദ്യാർത്ഥികളാണ്. എൻ്റെ ഫോണിൽ നിരവധി മെസ്സേജുകൾ, അധ്യാപക ആശംസകൾ എന്ന് പറഞ്ഞുള്ള മെസ്സേജുകളൊക്കെ അയച്ചിട്ടുണ്ട്. ഒരു വർഷത്തിലൊരിക്കൽ ആണ് പലരും ഇത്തരം മെസ്സേജുകൾ അയക്കാറുള്ളത്. അവരത് ഓർത്ത് അവരുടെ അധ്യാപകനെ കുറിച്ച്, അധ്യാപക ദിനത്തെ കുറിച്ച് ഓർക്കുന്ന സമയത്ത് ഈ ഉള്ളവനെ ഓർത്തുകൊണ്ട് അങ്ങനെയുള്ള മെസ്സേജുകൾ, അങ്ങനെയുള്ള വിളികൾ ആ ദിവസം എത്തുന്നത് എന്നത് തന്നെ ആ മേഖലയിൽ ചെറുതല്ലാത്ത ഒരു പങ്ക് വഹിച്ച ഒരാൾ എന്നുള്ള രീതിയിൽ എനിക്ക് വലിയ അഭിമാനം തോന്നുന്ന ഒരു ദിവസമാണ് ഇന്ന്. പലരും എനിക്ക് മെസ്സേജ് തന്നിട്ടുണ്ട്. എൻ്റെ ഫോണിൽ ഒരുപാട് മെസ്സേജ് ഉണ്ട്. പലരും എന്നെ വിളിച്ചിട്ടുണ്ട്. ഇനി രാത്രിയും പല വിളികളും എന്നെ തേടിയെത്തും. അതെനിക്കറിയാം. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പാരലൽ കോളേജ് അധ്യാപകർ, അതുപോലെ തന്നെ ട്യൂഷൻ രംഗത്ത് പ്രവർത്തിക്കുന്ന അധ്യാപകർക്ക് ഇന്നുള്ള രീതിയിലുള്ള ഒരു പരിഗണനയും പണ്ട് കാലത്ത് ലഭിച്ചിരുന്നില്ല. ഞാൻ ഡിഗ്രിക്ക് ഫൈനൽ ഇയർ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്താണ് ആംബിയറിൽ നൈറ്റ് ബാച്ചിൽ ക്ലാസ് എടുക്കുന്നത്. അത് ഞാൻ മുമ്പ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ഞാനത് അവിചാരിതമായിട്ടാണ് ക്ലാസ് എടുക്കാൻ നിയോഗിക്കപ്പെടുന്നത്. അന്ന് എനിക്കൊരു മാസത്തിൽ ലഭിച്ചിരുന്ന വേതനം എന്ന് പറയുന്നത് 50 രൂപയാണ്. ഞാൻ 20 വർഷങ്ങൾക്ക് മുമ്പ് അധ്യാപനം ഒഴിവാക്കിയിട്ട് മറ്റൊരു മേഖലയിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ വാങ്ങിച്ച ഒരു അവറിന് ഞാൻ വലിയ രീതിയിലുള്ള പണം എന്ന് പറഞ്ഞാൽ ഒരു 500 രൂപയോളം ഒരു മണിക്കൂറിന് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് PGക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. ആ കാര്യവും ഞാൻ ഓർക്കുകയാണ്. എന്നാൽ ഇന്ന് ഓരോ മണിക്കൂറിനും നമ്മുടെ പാരലൽ കോളേജ് രംഗത്ത് പ്രവർത്തിക്കുന്ന അധ്യാപകർക്ക്, ട്യൂഷൻ രംഗത്ത് പ്രവർത്തിക്കുന്ന അധ്യാപകർക്ക് വലിയ സൗകര്യമാണ്, വലിയ ഫീസാണ് ലഭിക്കുന്നത്. പ്രത്യേകിച്ച് +1, +2, അതുപോലെ എഞ്ചിനീയറിംഗ് എൻട്രൻസ്, മെഡിക്കൽ എൻട്രൻസ് എന്നുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്ന അധ്യാപകന്മാർക്ക്, മികച്ച അധ്യാപകന്മാർക്ക് വലിയ ശമ്പളമാണ് ലഭിക്കുന്നത് എന്ന കാര്യവും നമ്മൾ അറിയുന്നു. എന്നാൽ അന്ന് അങ്ങനെയൊന്നല്ല. 100-ലേറെ പിള്ളേരുള്ള ഒരു ക്ലാസ്സിൽ നമ്മളൊക്കെ ഉറച്ച ശബ്ദത്തിൽ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്തിരുന്നു എന്നതും ഓർക്കുകയാണ്. ഇന്ന് മൈക്കൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ അധ്യാപകർ ക്ലാസ് എടുക്കുന്നത്. അവർക്ക് ബ്രേക്കിന് ചായയും കടിയും എത്തുന്നു എന്നതൊക്കെ നമ്മൾ കാണുന്നു. അതൊക്കെ സന്തോഷമുള്ള കാര്യമാണ്. നമുക്ക് കിട്ടാത്തത് മറ്റുള്ളവർക്ക് കിട്ടുന്നതിൽ വലിയ സന്തോഷം ഉള്ള ഒരാളാണ് വ്യക്തിപരമായിട്ട് ഞാൻ. എന്നാൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്ന ഗവൺമെന്റ്, എയ്ഡഡ്, അൺഎയ്ഡഡ്, അതുപോലെ തന്നെ സമാന്തര വിദ്യാഭ്യാസം, ഇതൊക്കെയുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മുടെ സമൂഹം അംഗീകരിക്കുന്നത് ഒരർത്ഥത്തിൽ ഔദ്യോഗിക രംഗത്ത് അംഗീകാരങ്ങൾ ലഭിക്കുന്നത്, അതുപോലെ തന്നെ പലരും കുറിപ്പുകൾ ഇടുന്നത് അവരുടെ സർക്കാർ സംവിധാനത്തിൽ എയ്ഡഡ് സ്കൂളുകളിൽ അവരെ പഠിപ്പിച്ച അധ്യാപകരെ ഓർത്തുകൊണ്ടാണ്. ഞാൻ എൻ്റെ അധ്യാപന ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് കഴിഞ്ഞ വർഷം, അതിനു മുമ്പ് ഉള്ള വർഷവും
പിന്നെ നമ്മുടെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് അധ്യാപകർ നമുക്ക് ഇഷ്ടമുണ്ട്. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട അധ്യാപകരായിട്ട് ഞാൻ കുറിപ്പ് നൽകിയിട്ടുള്ളത് നമ്മുടെ സേതുമാഷെ കുറിച്ച്, പാരലൽ കോളേജ് രംഗത്തെ ഏറ്റവും ശ്രദ്ധേയനായ സേതുമാഷും അതുപോലെ തന്നെ കണ്ടോത്തെ എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥനായിട്ടുള്ള വിജയമാഷെ കുറിച്ചൊക്കെയാണ്. അവർ സമാന്തര മേഖലകളിൽ വലിയ സംഭാവന നൽകിയ മികച്ച അധ്യാപകരാണ്, വലിയ ശിഷ്യസമ്പത്തുള്ള അധ്യാപകരാണ്. പല അധ്യാപകരുടെയും വലിയ ഹൈ പ്രൊഫൈലുള്ള പിന്നെ പ്രൊഫഷണലുകളുടെയും അധ്യാപകന്മാരെന്നുള്ള രീതിയിൽ ഈ സമാന്തര മേഖലയിൽ ട്യൂഷൻ രംഗത്ത്, പാരലൽ കോളേജ് രംഗത്ത് തിളങ്ങി നിന്ന ഒരുപാട് അധ്യാപകരുണ്ട്. അവർക്ക് വലിയ പണമോ അംഗീകാരമോ അതുപോലെ തന്നെ പിന്നെ ആ രീതിയിലുള്ള ഔദ്യോഗിക രംഗത്തുള്ള ഒരു പരിഗണനയോ ലഭിക്കാതെ പോകുന്ന ഒരു കാഴ്ചയും നമ്മൾ കാണുന്നു. ഞാനൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് വലിയ വേതനങ്ങളൊന്നും തന്നെ ലഭിച്ചില്ല. പക്ഷേ ആ വേതനങ്ങളേക്കാൾ പ്രാധാന്യം നമ്മൾക്ക് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നതിലുള്ള ഇൻട്രസ്റ്റ് ആണ്. നമ്മൾ ഓരോ അവറും എടുക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഇല്ലാത്ത സമയത്ത് അതൊക്കെ പറഞ്ഞാൽ അതൊക്കെ വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് ഇഷ്ടത്തോടു കൂടിയിട്ട് അവരുടെ ക്ലാസ്സുകൾ പോലും ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ദിവസം ഞാനൊക്കെ എത്ര മണിക്കൂർ ക്ലാസ് എടുത്തിട്ടുണ്ടെന്ന് എൻ്റെ വിദ്യാർത്ഥികൾക്ക് അറിയാം. അത് ഞാനല്ല, ആ കാലത്തെ എല്ലാ അധ്യാപകരും അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെ പ്രവർത്തിച്ച അധ്യാപകരെ ആ രീതിയിൽ എയ്ഡഡ് പാരലൽ കോളേജ് രംഗത്തെ അധ്യാപകരെ ആ രീതിയിൽ ആഘോഷിക്കപ്പെടുന്നുണ്ടോ, അവർക്ക് അംഗീകാരങ്ങൾ ലഭിക്കുന്നുണ്ടോ എന്ന കാര്യവും നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ഇന്നത്തെ നമ്മുടെ ഈ സമാന്തര മേഖലകളിൽ എൻട്രൻസ് അങ്ങനെയല്ല പറയുന്നത്, അൺഎയ്ഡഡ് മേഖലയിൽ പ്രവർത്തിക്കുന്ന അധ്യാപകർക്ക് എത്രത്തോളം വേതനമാണ് ലഭിക്കുന്നത് എന്നുള്ള കാര്യവും നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. ഈ ഒരു ആകുലതകളും ഒരു മുൻ അധ്യാപകൻ എന്നുള്ള രീതിയിൽ ഇന്നും ഒരു ദിവസം പോലും മാഷ് അല്ലെങ്കിൽ രാജീവൻ മാഷ് എന്നുള്ള വിളി കേൾക്കാത്ത ഒരു ദിവസം പോലും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അവരുടെ എല്ലാ പരിപാടികൾക്കും അവരുടെ കൂടിച്ചേരലുകൾക്കും അവര് നിർബന്ധമായിട്ടും ആദ്യം തന്നെ വിളിച്ചിട്ട് നമ്മളിങ്ങനെ ആലോചിക്കുന്നുണ്ട് രാജീവൻ മാഷ് വരണം എന്ന് പറയുന്ന രീതിയിലുള്ള പരിഗണന എനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവും ഞാൻ കാണുന്നില്ല. എന്നാൽ അധ്യാപക ദിനത്തില് ഈ മേഖലകളിലെ ചില കാര്യങ്ങളെക്കുറിച്ച് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കണം എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ വിഷയം മുന്നോട്ട് വെക്കുന്നത്. അധ്യാപകര് ഏറ്റവും സ്വാധീന ശക്തിയുള്ളവരാണ്. അവർക്ക് അവരുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വഭാവ രൂപീകരണത്തിൽ അവർക്ക് വലിയ പ്രചോദനമാവുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് മികച്ച അധ്യാപകന്മാർക്ക് കഴിയാറുണ്ട്. അധ്യാപന മേഖലകളിൽ അന്നും പല പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട്, ഇന്നും പല പോരായ്മകളും ഉണ്ട് എന്ന കാര്യം നമ്മൾക്കറിയാം. അന്നത്തെ അധ്യാപകന്മാർക്ക് തുച്ഛമായ വേതനമായിരുന്നു ലഭിച്ചിരുന്നുവെങ്കിൽ ഇന്നത്തെ ഗവൺമെന്റ് എയ്ഡഡ് മേഖലകളിലെ അധ്യാപകന്മാർക്ക്, അതുപോലെ തന്നെ ട്യൂഷൻ രംഗത്തെ അധ്യാപകന്മാർക്ക്, അതുപോലെ തന്നെ എൻട്രൻസ് രംഗത്തെ അധ്യാപകന്മാർക്ക് മികച്ച വേതനവും ലഭിക്കുന്നുണ്ട് എന്നുള്ള കാര്യവും കാണാതിരിക്കുന്നില്ല. സമാന്തര വിദ്യാഭ്യാസ മേഖലകളിൽ പ്രവർത്തിച്ച എല്ലാ പ്രിയപ്പെട്ട അധ്യാപകരെയും, എന്നെ പഠിപ്പിച്ച എല്ലാ പ്രിയപ്പെട്ട അധ്യാപകരെയും, അതുപോലെ തന്നെ എൻ്റെ പ്രിയ വിദ്യാർത്ഥികളെയും ഓർക്കാൻ അധ്യാപക ദിനം അധ്യാപകനെ മാത്രമല്ല വിദ്യാർത്ഥികളെയും ഓർക്കേണ്ട ദിനമാണ് എന്ന ഒരു തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുള്ളത്. എല്ലാവരെയും ഓർക്കുന്നു, എന്നെ പഠിപ്പിച്ച മുഴുവൻ അധ്യാപകന്മാരെയും ഓർക്കുന്നു. അഭിപ്രായങ്ങൾ പറഞ്ഞാൽ പോലും അധ്യാപകരുടെ മുന്നിൽ എപ്പോഴും ഞാൻ വളരെ അച്ചടക്കമുള്ള ഒരാളായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ മുന്നിൽ എല്ലാ വിദ്യാർത്ഥികളും അച്ചടക്കമുള്ളവരായിരുന്നു. ചിലപ്പോൾ വടിയെടുക്കേണ്ടി വന്നിട്ടുണ്ട്, ചിലപ്പോൾ പടപടക്കേണ്ടി വന്നിട്ടുണ്ട്. അതൊക്കെ കൃത്യമായി നിർവഹിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടെങ്കിൽ പോലും പലരെയും ഒറ്റ നോട്ടത്തിൽ നിയന്ത്രിച്ചു നിർത്താൻ വേണ്ടി സാധിച്ച ഒരു അധ്യാപകൻ എന്നുള്ള ഖ്യാതി എനിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നതും ഞാൻ ഓർക്കുന്നു. ഇന്ന് കാലത്ത് പലരും പറയാറുണ്ട് വിദ്യാർത്ഥികളെ തല്ലാൻ വേണ്ടി പാടില്ല, പേടിപ്പിക്കാൻ വേണ്ടി പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെയൊക്കെ നല്ലവണ്ണം തച്ചിട്ടാണ് അധ്യാപകരെ പഠിപ്പിച്ചിട്ടുള്ളത്. അവര് ബെഞ്ചിന്റെ മുകളിലും ഡെസ്കിന്റെ മുകളിലും ഒക്കെ കയറ്റി നിർത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു ശിക്ഷാവിധികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. അതിനൊക്കെ മാതാവിന്റെ പിതാവിന്റെ ശിക്ഷണം എന്നുള്ള രീതിയിൽ കാണാനുള്ള ഒരു പക്വത അന്നത്തെ സമൂഹത്തിനും അന്നത്തെ വിദ്യാർത്ഥികൾക്കും ഉണ്ടായിരുന്നു. ഞാൻ പഠിപ്പിക്കുന്ന സമയത്തും വിദ്യാർത്ഥികളുടെ തെറ്റായ പ്രവണതകളെ ശക്തമായിട്ട് എതിർത്തിട്ടുണ്ട്, പൊട്ടിക്കേണ്ടതിന് പൊട്ടിച്ചിട്ടുണ്ട് എന്ന കാര്യം എന്നെ അറിയുന്ന വിദ്യാർത്ഥികൾക്കറിയാം.
ആ കാര്യം അങ്ങനെയുള്ള ഒരാൾക്ക് ഇന്നത്തെ കാലത്ത് അധ്യാപന മേഖലയിൽ പ്രവർത്തിക്കാൻ ചില പരിമിതികൾ ഉണ്ട്. അതുകൊണ്ട് രാജീവ മാഷെ പോലുള്ള ആളുകൾക്കൊന്നും ഇന്നത്തെ കാലത്ത് വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ ആ രീതിയിൽ പറ്റുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. കാലത്തിനനുസരിച്ച് എല്ലാം മറിഞ്ഞ ഒരു അനുഭവങ്ങളിലൂടെ കടന്നു വന്ന ഒരാളാണ്. ഏത് കാലത്തും നമ്മൾ പഴഞ്ചനല്ല. നമ്മൾക്ക് ആ കാലത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി നമുക്ക് പറ്റും. എന്നാൽ ഒരു നോട്ടത്തിലൂടെ നമ്മുടെ വിദ്യാർത്ഥികളെ അവരെ സ്നേഹിച്ചും ലാളിച്ചും ശാസിച്ചും അവരെ നമുക്ക് നിലക്ക് നിർത്താൻ വേണ്ടി പറ്റും. അങ്ങനെ പറ്റുന്നവരാണ് യഥാർത്ഥ അധ്യാപകന്മാര്. ചില കുരുത്തം കെട്ടവന്മാരുണ്ടാവും. അവരെ നമ്മൾ പെടപെടക്കേണ്ടതായിട്ട് വരും എന്ന കാര്യത്തിലും തർക്കമില്ല. അതുകൊണ്ട് വിദ്യാർത്ഥികളെ ചീത്ത വിളിച്ചുകൂടാ, വിദ്യാർത്ഥികളെ പേടിപ്പിച്ചുകൂടാ എന്ന് പറയുന്ന ഇന്നത്തെ ആധുനിക വിദ്യാഭ്യാസ രീതിയിൽ അതിൻ്റെതായ വലിയ പോരായ്മകൾ ആ മേഖല അനുഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യവും നമ്മൾ കാണണം. അതുകൊണ്ട് നമുക്കൊരു പുത്തൻ ഒരു ബോധ്യം നമ്മുടെ വിദ്യാഭ്യാസ മേഖലകളിൽ, സ്കൂളിൽ, പിന്നെ പ്ലസ് ടു മേഖലകളിലൊക്കെ ഉണ്ടാവുന്ന ചില കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കറിയാം ഒരു വലിയ പ്രയാസങ്ങൾ ആ മേഖലയുമായി ബന്ധപ്പെട്ട് അധ്യാപകർ നേരിടുന്നുണ്ട്. അധ്യാപകരിലും പുഴുക്കുത്തുകളുണ്ട്, വിദ്യാർത്ഥികളിലും പുഴുക്കുത്തുകളുണ്ട്. അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അത് ഇന്നുള്ളതല്ല, അന്നും ഉണ്ടായിട്ടുണ്ട്, അത് നാളെയും ഉണ്ടാകും എന്ന കാര്യം. പക്ഷേ വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നത് നമ്മുടെ നാളത്തെ സമൂഹത്തെ വാർത്തെടുക്കുന്ന ഒരു മേഖല എന്നുള്ള രീതിയിൽ അതിലുണ്ടാവുന്ന എല്ലാ വീഴ്ചകളും വലിയ വീഴ്ചകളായിട്ട് മാറും. അതൊരു തലമുറയെ തന്നെ സ്വാധീനിക്കും എന്നതുകൊണ്ട് ആ മേഖലയിൽ വലിയ ജാഗ്രതയും അതുപോലെ തന്നെ അതിൻ്റെ പിന്നെ ജാഗ്രത ഉണ്ടാവണം, അതിന് വലിയ പരിഗണന ഉണ്ടാവണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. എന്നെ പഠിപ്പിച്ച എൻ്റെ എല്ലാ പ്രിയപ്പെട്ട അധ്യാപകന്മാർക്കും, ഞാൻ പഠിപ്പിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും അധ്യാപക ആശംസകൾ നേരുന്നു. ഒരു പഴയ അധ്യാപകൻ എന്നുള്ള രീതിയിൽ എല്ലാവർക്കും നന്ദി, നമസ്കാരം.